എന്തു വേണം? പോകാം. എങ്ങോട്ട് പോകാം? അതാ ചോദിച്ചത്, എങ്ങോട്ടെന്ന്? ദാ ഇവിടെ വരെ. ഇതാ ഇതാ ഇവിടെ വരെ ഈ യുഗസംഗ്രമ സന്ധ്യ വരെ, പരിവർത്തനത്തിൻ്റെ പാതവരെ, പരിണാമസാഗര സീമ വരെ. ഇതാ ഇതാ ഇവിടെ വരെ ഈ യുഗസംഗ്രമ സന്ധ്യ വരെ, പരിവർത്തനത്തിൻ്റെ പാതവരെ, പരിണാമസാഗര സീമ വരെ. ഇതാ ഇതാ ഇവിടെ വരെ. സന്ദേശമെഴുതി ചേർക്കാം ഓമൽ പുലരിയണഞ്ഞു, പുതുപ്പൂവുകളാൽ ഭൂമി ദേവിക്ക് പുളകം പൂത്തുവിടർന്നു, പുളകം പൂത്തുവിടർന്നു, പൂത്തുവിടർന്നു. ഇതാ ഇതാ ഇവിടെ വരെ. എന്റെ മണൽ, എന്റെ ഭൂമി, എന്റെ വെള്ളം. എനിക്കറിയാമായിരുന്നു ഞാൻ വരുന്നത് ഇവിടേക്ക് തന്നെയാണ്. ഒരു നവസുന്ദര ഗീതമുദീർക്കാൻ ഓണ കിളികളുണർന്നു, ഒരു നവസുന്ദര ഗീതമുദീർക്കാൻ ഓണ കിളികളുണർന്നു, മോഹന നക്ഷത്ര വീതിയിലൂടെ മോഹം പാറി നടന്നു, മോഹം പാറി നടന്നു, പാറി നടന്നു. ഇതാ ഇതാ ഇവിടെ വരെ ഈ യുഗസംഗ്രമ സന്ധ്യ വരെ,
പരിവർത്തനത്തിൻ്റെ പാതവരെ പരിണാമസാഗര സീമവരെ ഇതാ ഇതാ ഇവിടെ വരെ. വിശ്വനാഥ വിശ്വനാഥ നല്ലോണം ഭാര്യ ഉണ്ട് മോനെ. എനിക്ക് മതിയൊന്നും. എന്ത് തിന്നിട്ടാ നിനക്ക് വിശപ്പില്ലാത്തത്? ഈ വെയിലത്തൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ടാ ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത്. ഉണ്ണ ചായ. ചായ എങ്ങനെയുണ്ട്? 5 സ്റ്റാർ, 1-ാം തരം. ഞാൻ പ്രത്യേകം പറഞ്ഞ് ഇടിച്ചതാ. അപ്പൊ ഒന്നുകൂടെ ഓ, ഈ പടമില്ലേ, പടം, അത് വരയ്ക്കുന്ന ആളാ. വലിയ പേരും പ്രതാപമുള്ള ആളാ. ചിത്രം എടുത്തല്ലയോ? ആ പിന്നെ ചായ നന്നായിരിക്കണം, അല്ലെങ്കിൽ അങ്ങേരടുത്ത് എന്റെ മോതക്കെറിയും. ആ സാർ ഇരുന്നാട്ടെ. ഈ നാട്ടില് ഒരു 2-4 ദിവസം താമസിക്കാനുള്ള സൗകര്യമുണ്ടോ? ആർക്ക് തന്നെ? എനിക്ക് തന്നെ. എന്റെ പേര് വിശ്വനാഥൻ. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ താമസിച്ച് കുറച്ച് വർക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഈ നാട്ടിൽ അങ്ങനെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോട്ടലില്ല. ഹോട്ടൽ വേണ്ട, വല്ല ഒഴിഞ്ഞ കടയോ പുരയോ എന്തെങ്കിലും മതി. ഒന്ന് എണിച്ചു പോയതാണ്. നേരം വിളിച്ചായി പോന്നിട്ട് കടവും പറ്റിട്ട് നോക്കിയിരിക്കണം വായില്. കളി ആക്കാതെ ഗോപാല, ഞാനും ചിലപ്പോ ചായക്കട തുടങ്ങിയെന്നും വരും. അന്ന് നീ അവിടെ വന്ന് പുട്ടും പപ്പടവും കടം വാങ്ങിച്ചെന്നും വരും. സാറിന് താമസിക്കാൻ കൊച്ചു വീടല്ലേ വേണ്ടു? അത് ഞാൻ ശരിപ്പെടുത്തി തരാം. അത് മതി. പക്ഷേ മിനിമം വേജസ് ഒക്കെ കാണും. ഓ, സാറേ ഇവൻ പറയുന്നത് കേട്ട് കുഴപ്പത്തിൽ ചടഞ്ഞേ. സാറ് കാപ്പ് കുടിച്ച് കൈ കഴിയാ വള്ളത്തിലോട്ട് കയറി ഇരുന്നാട്ടെ. ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചു തരുന്ന മുമ്പായിട്ട് ഞാൻ പോയി കാക്കോല് മാറ്റണം വരാം. അതെ, ഈ പറയുന്ന പോലെ നടപ്പുള്ള കാര്യമാണോ? പിന്നെന്താ, നടപ്പില്ലാത്ത കാര്യമാണോ? എന്തോന്നാ ഈ പറയുന്ന സ്ഥലത്തിന്റെ ഒരു സ്വഭാവം? സ്ഥലമല്ല, വീട്. ഒരാൾക്കല്ല, 2 പേർക്ക് സുഖമായിട്ടും സൗകര്യമായിട്ടും താമസിക്കാവുന്ന വീട്. അവിടെ ഇപ്പൊ ആരൊക്കെയുണ്ട് താമസം? ഇപ്പൊ അവിടെ ആരും താമസമില്ല. വാലിപ്പറമ്പിൽ വീടാണോ? വീട്ടിൽ എന്താ കുറവ്? കുഴപ്പമൊന്നുമില്ല. പണ്ട് കുത്തുമ്പുലേക്കാണെന്നുള്ള വീടാണ് അവിടെ. വാലുപറമ്പിലെ വീട്. സാറ് 10-30 വർഷം മുമ്പ് നടന്ന കാര്യമായി പറയുന്നത്. താൻ പോയി താക്കോല് വാങ്ങിച്ചോണ്ടോ, താമസിക്കരുത്. 10 മിനിറ്റ് കൂടിപ്പോയ അരമണിക്കൂർ. ശങ്കരിയമ്മേ, ശങ്കരിയമ്മേ, കൊണം പിടിക്കാൻ നേരത്തെ ഒന്നിനും കാണത്തില്ല. അല്ലെ ആ 4 മുക്കിൽ ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ആ പിന്നെ പിന്നെ തന്റെ ബമ്പർനാളായിരിക്കും മുഖ്യ വന്ന് നിൽക്കുന്നത്. ആ താക്കോലിഞ്ഞോട് എടുത്തേ. ഏത് താക്കോല്? ആ പെരയുടെ താക്കോലിഞ്ഞോട് എടുക്കാന്. ഏത് വരാടെ? ആ ബാലുപറമ്പ് വീടിന്റെ താക്കോലിഞ്ഞോട്ട് എടുക്കേ. ചേടാ, ഒരു 5-10 രൂപ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ അന്നേരം എന്തിനാടാ ഇപ്പൊ താക്കോല്? നിങ്ങളെ താക്കോലിഞ്ഞോട്ടിരിക്കുന്നത് മനുഷ്യര് തിരിഞ്ഞു നോക്കാതെ കിടന്ന പെരയാ. അപ്പോഴവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് എന്തെങ്കിലും വേണ്ടാതിനം കാണിക്കാനാണെങ്കിൽ ഞാനെന്തോ ചെയ്യും? എന്തിനാന്ന് പറഞ്ഞിട്ട് നീയും കൊണ്ടുപോയിക്കും. അയ്യോ ശങ്കരിയമ്മേ, 1-ാം തരം ഒരു പയ്യൻ എങ്ങാണ്ടെന്ന് ഒഴുകി അലച്ച് കരയ്ക്ക് വന്ന് കേറിയിരിക്കുക. പയ്യനോ? അങ്ങേർക്കേ ഒരു വീട് വേണം വാടകയ്ക്ക്. പിന്നെ വാടക ഉറപ്പിക്കുമ്പം ഞാൻ കൂടെ അറിയണേതാണു. അപ്പോ വീടുറച്ചാൽ? വീടുറച്ചാൽ ഞാനിവിടെ തങ്ങും. തങ്ങുമെന്ന് പറഞ്ഞാ കുറച്ചു ദിവസം താമസം ഉണ്ടായിരിക്കും. അറിഞ്ഞൂടാ.
ഇങ്ങോട്ട് പോരാൻ തന്നെയാണോ പുറപ്പെട്ടത്? നമ്മൾ പിരിയുന്നു. അപ്പോ ഇനി ഞാൻ തനിക്ക് എത്ര രൂപ തരാനുണ്ട്? വീടും കുടിയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ തല്ലി ഓടിച്ചാൽ പോലും ഞാൻ പോകില്ലായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് തന്നു. എനിക്കിനി ഒന്നും വേണ്ട. ഇതാ, ഇത് വെച്ചോളൂ. ഇനിയും കാണാം വല്ലപ്പോഴും. വീട്, എന്റെ വീട്. ഇവിടെ വിശ്വനാഥൻ പിറന്നു വീണു. ഈ മുറ്റത്ത് വിശ്വനാഥൻ ഓടി നടന്നു. ഒടുവിൽ ഒരു രാത്രി ഈ മണ്ണ് വിശ്വനാഥനോട് പറഞ്ഞു, പോയി വരൂ. ഇവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞിട്ടും ഒടുവിലിതാ. അല്ല, ഇവിടെ അങ്ങ് കിടന്നു. പിന്നെ അല്ലാതെ അകത്ത് മുറിക്കട കിടക്കാം. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. നല്ല കാറ്റ് കിട്ടും. എന്നാ ഞാൻ പോയി വല്ല പാലും പഞ്ചാരയൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഇന്നാ ചായ വാങ്ങിക്കാമോ? അതിനുള്ള എന്റെ കൊച്ചിനെ തല്ലി കൊല്ലാതെ കൊണ്ടാണ് അവിടെ. ഇതാ രാവിലെ കോളടിച്ച ലക്ഷണം കാണുന്നുണ്ടല്ലോ. തുടങ്ങി ഇന്നലെ കൈ കാണാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതോ? അതെ, ഇത് കൊള്ളാമല്ലോടാ. 1.5 കണി കൊള്ളുമല്ലോടാ ഇതിനകത്ത്. സത്യം പറ, ഇത് എവിടുന്ന് അടിച്ചതാ? കണ്ടോ ഒന്ന് കാണാൻ കൊടുത്തപ്പോ ഇങ്ങനെ ആയാലെങ്ങനാ? ശിവരാമൻ നാരിയേട്ടാ, സത്യത്തിൽ ഞാൻ മോട്ടിക്കാറില്ല. അതൊന്നുകൂടെ പറ. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇന്നലെ കൊണ്ട് ഞാൻ നിർത്തി. ഇന്ന് മുതൽ എനിക്ക് എന്നെ ആവശ്യമില്ല എന്ന് കണ്ടോ. അങ്ങനെ എന്തോ തരുന്നു വെച്ചാൽ സന്തോഷമായിട്ട് വാങ്ങിച്ചോണം. ഞാൻ പെശകാനൊന്നും പോകുന്നില്ല.
എന്നാലും നീ എന്തെങ്കിലും കൂടെ ഒക്കെ ഒന്ന് വാങ്ങിച്ചു താടാ. അങ്ങനെ വല്ലതും ഉള്ളോനല്ലയോ? ദേ ഞാൻ നിനക്ക് വല്ലതൊക്കെ തരാടാ. സാറേ സാറേ, അല്ല സാർ കുളിക്കാൻ പോകുന്ന വേഷമായിരുന്നു. ഇവരേതാ? ഇവരുടെയാണ് ഈ പേര. പുതിയ താമസക്കാരൻ വന്നു എന്നറിഞ്ഞപ്പം ഒന്ന് കണ്ടേച്ച് പോകാന്ന് വെച്ച് വന്നതാ. കൂട്ടത്തിൽ വാടകയുടെ കാര്യം കൂടെ ഒന്ന് പറയാന്ന് വെച്ച് കയറിയെന്നേ ഉള്ളൂ. വാടകയുടെ കാര്യം ഞാൻ തന്നോട് സംസാരിച്ചു കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോ എന്താ കൂടുതൽ സംസാരിക്കാൻ? അയ്യോ, വാടകയുടെ കാര്യം പറയാൻ വന്നതല്ല, അത് നാണു കൈ നിന്നിട്ട് പറയുന്നതാ. ഒന്ന് കാണാമെന്ന് വെച്ച്. നാണു, എന്തോ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? അത് പറയാതിരിക്കുകയാണ് ഭേദം. എന്ന് പറഞ്ഞാല് അവരുടെ വീട് കൂലിക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്നു. അവരുടെ ജീവിതം വലിയ കഷ്ടപ്പാടാണ്. ഇത് മോന്റെ കുപ്പായം, ഇത് എന്റെ വിഷുവിന് ചിത്രം വരയ്ക്കാം. ആദ്യം അച്ഛന്റെ നല്ലൊരു ചിത്രം വരയ്ക്കാം. ആ. ഇനി മോൻ എന്താണ് വേണ്ടത്? ഒന്നും വേണ്ടേ? വാസുവിന്റെ മോന് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. നാണു, നാണു, വിളക്കും വെട്ടോ ഒന്നും കണ്ടില്ല. ഇരുട്ടത്ത് ഇങ്ങോട്ട് കയറി പോരുന്നതും കണ്ടു. ഇവിടെ ഈ എഴയുന്ന വർഗങ്ങളുള്ളതാ, സൂക്ഷിക്കണം. എന്നെ കടിച്ച പാമ്പിയാകുകയേ ഉള്ളൂ. അതെങ്ങനെ? അങ്ങനെ. ആ, ഇവരാവുന്നവരിക്ക. എന്റെ പേര് ഇതാര് പറഞ്ഞു തന്നു? അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. തൊട്ടയിലൊക്കെ അല്ലേ, വന്ന ഉടനെ വിവരങ്ങളൊക്കെ തിരക്കി. വയലിൽ നിന്ന് വന്നപ്പോ അറിഞ്ഞു ഇങ്ങനെ ഒരാളിവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. അല്ല, ഇനിയിപ്പോ കൃഷിക്കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നൂടെ? പ്രായമായ ആമക്കളില്ലേ? ആ കാര്യം പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. എനിക്ക് 2 ആമക്കളും ഒരു പെണ്ണുമാണ്. മൂത്തത് കൊച്ചീസ്. അവൻ അമ്പലപ്പുഴ മുതലാളിയുടെ കൂടെ ഡ്രൈവറാ. ഒന്നും തരാനും വേണ്ടിയിട്ടൊന്നുമില്ല അവന്. പിന്നെ ഞാൻ കിടന്ന് പണിപ്പെട്ടാലായി. ഇനിയിപ്പോ എന്തുവാ, ഒരു പെണ്ണുള്ളതിനെ ആരെങ്കിലും കൈക്ക് പിടിച്ചിറക്കി വിടണം. മറിഞ്ഞു വീണങ്ങ് ചാകണം. എന്താ മോളെ? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അച്ഛന്റെ കഞ്ഞി അടച്ചു വെച്ചാ മതിയോ? ഞാൻ ദാ വരുന്നു, വന്നിട്ട് കിടന്നാ മതി. സുശീലയുടെ അമ്മ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ ഒരുമിച്ചല്ല താമസം. എറിയട മോനെ. എറിയട്ടെ? അയറി നോക്കട്ടെ നിന്നെ ഉന്നം. നീ ആള് മോശമല്ലല്ലോ. അതിന്റെ അച്ഛനുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയിരിക്കുക? എനിക്കറിയാൻ വയ്യ. കാലത്തെ ബോട്ടും കൊണ്ട് പോയതാ. വൈകുന്നേരം ഞങ്ങൾ വരുമെന്ന് പറഞ്ഞേക്കണം. അയലിക്കുഞ്ഞേ,
നീ നിന്റെ ജോലി നോക്കും. വൈകുന്നേരത്തെ കാര്യം വൈകുന്നേരം. എടാ മോനെ, നീ പൊയ്ക്കോ. വൈകുന്നേരം ഒരു പക്ഷെ ഞങ്ങൾ അവിടെ വരും. നീ വരുന്നോടാ മോനെ? തിരിച്ചു വരുമ്പോ ഇവിടെ കൊണ്ട് വിടാം. ഇല്ല. മീൻ വറുത്തോ ഉണ്ടോടാ മോനെ? എനിക്കറിയില്ല. ഔസഫേ, വിട്ടോ വിട്ടോ. ഇങ്ങനെ ഇരുട്ട് വെളുക്കോളം ഇരുന്ന് കുടിക്കാനൊക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഇനി ഞാൻ സമ്മതിക്കത്തില്ല. അവള് പറയുന്നതിലും ഞങ്ങളെ കാര്യമുണ്ട്. അല്ലടോ അപ്പച്ചൻ മാപ്പിളെ? ആരുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയാലോ? മതിയടാ ഞാൻ. എന്താടാ പള്ളിക്കൂടെ നേരത്തെ വിട്ടിരിക്കുന്നേ? ഇന്നും ഹെഡ് മാസ്റ്റർ ചത്തോ? എനിക്കറിയില്ല. ഞാൻ വരാം. എന്നാ പിടിച്ചോ. ഇനി നീ പൊയ്ക്കോ. ഓരോന്ന് ആലോചിക്കുമ്പോ കുറച്ച് വിഷം വാങ്ങിച്ചു കഴിച്ചെല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കും. വാസുവിനാണെങ്കിൽ ബോധമില്ല. നിന്റെ അനിയത്തിപ്പണിനാണെങ്കിൽ മുന്നും പിന്നുമില്ല. നിന്റെ പാടെ എനിക്കറിയാം കമലാക്ഷി. തലയിൽ എഴുതിയത് അനുഭവിക്കാതെ നിൽക്കൂ. നീ അങ്ങനെ സമാധാനിക്കും. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഇങ്ങനൊരു തലയിലെടുത്ത് ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ. താലി കെട്ടി അന്ന് തുടങ്ങിയതാ ഈ കണ്ണീർ. അടിയും ചവിട്ടും എത്ര വേണമെങ്കിലും ഞാൻ കൊള്ളാം. സ്വന്തം അനിയത്തിയും ഭർത്താവും ഇങ്ങനെ തുടങ്ങിയാല് ഞാനതെങ്ങനെ സഹിക്കു വച്ചായ? എത്ര നാളിത് കണ്ടുകൊണ്ടിരിക്കും? എന്നെ എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കച്ചായ. ഞാനും എന്റെ മോനും രണ്ട് താറാവുകളെ പോലെ അതുങ്ങളുടെ കൂടെ കഴിഞ്ഞോളാം. കരയാതെ കുഞ്ഞ്, എല്ലാത്തിനും ഒരു വഴി കാണും. എന്നായാലും വാസുവിനൊരു നല്ല ബുദ്ധി വരാതിരിക്കയില്ല. അതുവരെ നീ സമാധാനമായിരിക്കും.
അമ്മേ 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 അമ്മ എന്തിയെ? ഞാൻ കണ്ടില്ല. കുളിക്കാൻ പോകുന്നു പറഞ്ഞ് തുണി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഓരോരുത്തർ തേങ്ങ ചോദിച്ചുകൊണ്ട് നേരെ അടുക്കള വന്ന് കയറിക്കോളും. നിന്റെ അച്ഛനാ ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു കയറ്റുന്നത്. ഇന്ന് അങ്ങനെ വരട്ടെ. അയ്യോ, അതങ്ങനെയല്ല. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. എന്നാലും ആ താറാവുകാരൻ മാപ്പിളയുടെ ഒരു അഹങ്കാരമേ. വീട് കത്തിക്കാമെന്നും പറഞ്ഞ് നേരെ അടുക്കളയിലോട്ടൊരു വരവ്. വൈകുന്നേരം നിന്റെ അച്ഛൻ കള്ളം കുടിച്ചേച്ച് വരുമ്പം ഇതെങ്ങാനും അറിഞ്ഞാൽ മതി. പിന്നെ ഇന്നിവിടെ രാത്രിയില് എല്ലാവർക്കും അടിയും തൊഴിയും തന്നെ. ഭാഗ്യത്തിന് നിന്റെ അമ്മ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. പറയല്ലേ മോനെ, ഇളയമ്മ അച്ഛൻ അടിച്ചു കൊല്ലും. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. കമലാക്ഷി, പാതി കുടംപുളി ഇട്ട് വെക്ക്. ബാക്കി മുഴുവൻ അങ്ങ് വറുത്തേര്. ഇന്നും രാത്രി മേളമായിരിക്കും. ആടെ നിനക്കെന്നെ കാര്യം ചെയ്യണം. ഞാൻ കയറി വീഴുമ്പോഴേ ദേഷ്യപ്പെടുത്തരുത്. ആ ശ്രീകരം, നീ പറയൂ. ഞാൻ പറയും. തെറ്റും കൂട്ടം രാത്രിയിലെ പാർട്ടിയൊക്കെ കൊള്ളാം. പെണ്ണുങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കണം. എന്തോ പറ്റി വീട്ടിലിരിക്കാൻ വയ്യാത്തതായിട്ട്? ഒന്നും പറ്റിയില്ല. ഓരോരുത്തൻ തീയും ചോദിച്ചോണ്ട് നേരെ അടുക്കളയിലോട്ടല്ലേ വരുന്നത്. അടുക്കളയിലേക്ക് ആരാടി വന്ന് കയറിയത്? നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെ. അതാ ചോദിച്ചത് ആരെന്ന്? പൈലി മാപ്പിള. എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക്. അന്നേരം കമലാക്ഷി എവിടായിരുന്നു? കുളിക്കാൻ പോയിരുന്നു. അവൻ വന്നപ്പോ വിശ്വനാഥൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ബോട്ടി ചോറും തന്നേച്ച് വരുമ്പോഴാ. അവൻ ചോറ് തരാൻ വന്നപ്പോഴായിരുന്നു പൈലി വന്നത്. അതെ. എന്നിട്ട് പൈലി എന്തോ ചെയ്തു? എന്റെ കൈ കയറി പിടിച്ചു. കമലാക്ഷി, എടീ കമലാക്ഷി, പൈലി വന്ന് കയറിയപ്പോ നീ കുളിക്കാൻ പോയതായിരുന്നു ഇല്ലയോ? എവളിവിടെ തനിച്ചേ ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ടാ നീ കുളിക്കാൻ പോയത് ഇല്ലയോ? സഹായിച്ചു കൊടുത്തതാ? അല്ല. പിന്നെ? ഞാനിവിടെ ഉണ്ടായിട്ടും വലിയ വിശേഷമൊന്നുമില്ലാത്തത് കൊണ്ട്. അവൾക്ക് എന്നെ പേടിയുണ്ടാവണേല്. ഉണ്ടാവണേല്? അത്
എന്താ വാസു സന്ധ്യക്ക്? ഞങ്ങൾ രാത്രി ആവുമ്പോ വരാം. എന്താ വാസു മുഖം വീർപ്പിച്ചിരിക്കണേ? സംഗതി പറ. വാസു ഫൈലി വാസു വാസു അയ്യോ ശിവരാമനാരായണ മോളെ അവിടെ നിക്കേ. അങ്ങനെ അങ്ങ് ഓടിയാലോ? എന്താ ആളെ കണ്ടപ്പോഴേ ഓടുന്നത്? സംസാരിക്കില്ലയോ? എന്തിനാ ഓടുന്നേന്ന്? അച്ഛനെവിടെ? ഇവിടില്ലേ? ഇല്ല, പാടത്തു പോയി. പാടത്തു പോയി. ആ, പാടത്ത്. സുശീലയുടെ അമ്മ എന്താ വേറെ താമസിക്കുന്നത്? ആവോ, എനിക്കറിയത്തില്ല. സുശീല എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ആരുമില്ലേ? എന്ന് വെച്ചാല് അച്ഛനും അമ്മയും. അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് എനിക്ക് വേറെ ഓർമ്മകളാണ്. അപ്പോ ഇവിടെ എന്തിനാ വന്നത്? എനിക്ക് ഈ നാട് ഇഷ്ടപ്പെട്ടു, നാട്ടുകാരെ. ആ നാണു വന്ന് അന്വേഷിച്ചാല് ഞാൻ വെറുതെ ഒന്ന് ചുറ്റി നടക്കാൻ പോയി എന്ന് പറഞ്ഞേക്കാം. ഇതുപോലെ ആളില്ലാതെ വരുമ്പോ അയൽവക്കത്തെ ഭരണം കൂടെ സുശീല നോക്കേണ്ടി വരും. അതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയെന്നേ. കൊല്ലം 10-20 ആയില്ലേ? അവരിപ്പോ എവിടെ ഉണ്ട്? ആര്? ആ താറാവ് തീറ്റക്കാര്. അവരിവിടൊക്കെ തന്നെ ഉണ്ട്. ഈ നാട്ടിലോ? ഓ, വേറെ എന്തെങ്കിലും വേണം? വിളിക്കാം. പൈലാശം പറഞ്ഞു, ഒരു 100 അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്ക. ഏത് പൈലിയാശാൻ? വെറുതെ വാങ്ങിച്ചു കൊടുക്കാൻ ഞാനാരാ? അയാളുടെ പെങ്ങളുടെ സംബന്ധക്കാരനാണ്.
ഗ്ലാസ് കൂടെ. ഈ സ്ഥലം അല്പം പെശകാണ്. ഞാനും ഈ നാട്ടിലെ വലിയ പാലസൂടിയന്മാരുണ്ടല്ലോ, അവന്മാരോലും പൈലിയാശാന് 100 മില്ലി വാങ്ങിച്ചു തന്നിട്ടേ തുടങ്ങാറുള്ളൂ. മനസ്സിലായോ? കണക്കെത്രായി? 13. പൊട്ടിയ ഗ്ലാസിന്റെ കൂടെ എടുത്തോ. വാലുപറമ്പിലെ പുരയിടത്തില് ഇനിയും ചോര വീഴും. വീഴത്തില്ല. എന്റെ ചോര വീണാലും അത് തന്റെ പുരയിടത്തിലെ വീഴും. ഞാൻ അവിടെ വരാം. അവിടെ വന്ന് കാണാം. വേണ്ടായിരുന്നു. അങ്ങേര് മഹാ ചീത്തയാണ്. എന്തോ ചീത്ത എന്ന് പറഞ്ഞാല്? അങ്ങേര് കള്ളുകൂടിയനാണ്. കള്ളു കുടിക്കുന്ന ചീത്തയാണ്? അതെ. ഞാനും കള്ളു കുടിക്കുമല്ലോ. അത് അത് ഇത് അങ്ങനെയല്ല. അങ്ങേര് ചട്ടമ്പിയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയില്ലെങ്കിൽ തോന്നണ്ട. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാൻ ചോദിച്ച കാര്യം മാത്രം പറഞ്ഞില്ല. എന്ത്? അങ്ങേര് വീട്ടിലേക്ക് പോകാനുള്ള വഴിയോ? ഞാൻ പറഞ്ഞു തരത്തില്ല. നീ പറഞ്ഞു തന്നില്ലെങ്കിലേ നിന്റെ അച്ഛൻ പറഞ്ഞു തരും. ശിവരാമൻ നായരെ, ശിവരാമൻ നായരെ. അപ്പോഴേക്കും അങ്ങോട്ട് പിണഞ്ഞു. അച്ഛനെ വിളിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു കടലാസും പെൻസിലെടുത്തോ, എഴുതി വെച്ചു. കടലാസും പെൻസിലും ഒന്നും വേണ്ട, നീ അങ്ങ് പറഞ്ഞാ മതി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയ ഒരു കടവുണ്ട്. കടവ് കടന്ന് നേരെ പോയാൽ ഒരു മുക്കുണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്ന റോഡ് ഇടതോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ മതി. സൈക്കിൾ ഒന്ന് എടുത്തോട്ടെ. ദാ ഇവിടെ വരെ. ദാ ഇവിടെ വരെ. ഇവിടെ വരെ. അതാരും തിരക്കുന്നില്ല, അറിയേണ്ട കാര്യമില്ല. എന്നിട്ടും വെറുതെ തിരക്കുന്നു. എങ്ങോട്ടാണ്? ഉത്തരം വീണ്ടും ഇവിടെ വരെ. എവിടെ? ദാ ഇവിടെ. ഇവിടം രഹസ്യമാണ്. അതാരും ആർക്കും വിട്ടുകൊടുക്കില്ല. എങ്ങോട്ടാ? ഇവിടെ. എവിടെ? ഇവിടെ. 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 ഇവിടെ വരെ. ഇതാ ഇവിടെ വരെ. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതാണോ പൈലിയുടെ വീട്? അതെ. പൈലി ഇവിടെ ഉണ്ടോ? ഇല്ല. എപ്പോ വരും? അവന്റെ കാര്യം അങ്ങനെ പറയാനും നോക്കൂല. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാന് വാലുപറമ്പിലെ വീട്ടിൽ പുതുതായിട്ട് താമസത്തിന് വന്നതാ. ഒരു ചിത്രകാരനാ. ദേശാടനത്തിന് ഇറങ്ങിയ കൂട്ടത്തില് ഇതിലേ വന്നതാ. ഇന്നലെ ചാരായ ഷാപ്പിൽ വെച്ച് ഞാനും പൈലിയും കൂടി ചെറിയ കശുവിശ ഉണ്ടായി. കണ്ടപ്പോഴേ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു. ഇരുന്നാട്ടെ. അവിടെ വന്ന് എന്നെ കൊല്ലുമെന്നാ പൈലിയാശാൻ പറഞ്ഞിരിക്കുന്നേ. എങ്കിൽ പിന്നെ അത് വേണ്ട, അങ്ങനെ വല്ലതും നടക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് ആയിക്കോട്ടെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതെവിടെയായിരുന്നു മോളെ? ആ തോട്ടിൽ പൊതിഞ്ഞിരിക്കുകയായിരുന്നു. ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല. നാട് മുഴുവൻ നടത്തിച്ചു. പൈലിയുടെ മോള. അമ്മണി എന്നാ പേര്.
നിന്റെ അപ്പന്റെ പണിയാ കൊള്ളാവുന്നവരുമായിട്ട് വഴക്കുണ്ടാക്കുക. അവസാനം ഉത്തരം പറയാൻ ഞാൻ കുഞ്ഞു പൊയ്ക്കോ. ഞാൻ അവന്റെ ചേട്ടനാ. അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. അവൻ വന്ന് മാപ്പി ചോദിക്കും. എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? വൃത്തികേട് കാണിച്ചാ മാപ്പി ചോദിക്കണ്ടേ? എന്റെ അപ്പച്ചൻ ആരോട് മാപ്പ് പറയത്തില്ല. ആ വലിയൊരാള് വന്നിരിക്കുന്നു എന്റെ അപ്പനോട് ഉടക്കാൻ. ചിലപ്പോ മാപ്പ് പറഞ്ഞെന്നും വരും. ഒന്നും വരത്തില്ല. അങ്ങനെ അങ്ങ് ഉറപ്പ് പറയാൻ പറ്റുമോ? എന്താ പറ്റിയാല്? എടി പോടി അപ്പുറത്ത്. നീ പോയൊരു ചായ ഇട്ടുണ്ടോ? എന്നെ കൊണ്ട് എങ്ങ് പോയാ ചായട്ടുണ്ട് വരെ. ഞാൻ വരട്ടെ. ഇരിക്കും. ഏതായാലും വന്നു കണ്ടു പരിചയപ്പെട്ടു. ആ സ്ഥിതിക്ക് ഞാനെങ്കിലും മര്യാദ കാണിക്കണ്ടേ? എടി നിന്നോട് ഞാനാണ് പറഞ്ഞത് പോയി ചായ ഇട്ടുണ്ടോ വരെ. എന്നാ അപ്പച്ചൻ ഇതാ പറയുന്നത്, എന്നെ പറഞ്ഞ് പറ്റിക്കുക. എടി ഒരു സിനിമ പോയാൽ വേറൊരു സിനിമ വരും. നിന്നെ സിനിമ കാണിച്ചെന്നാ പോരെ? വയലിക്കുഞ്ഞെ, നീ ഇന്നലെ ഷാപ്പിൽ വെച്ച് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ? വഴക്കോ? ആരോടെ? ആരെങ്കിലും ആകട്ടെ വഴക്കുണ്ടാക്കിയോ? ആ, ഉണ്ടാക്കി കാണും. ആ, എന്നാൽ ആ പയ്യൻ ഇവിടെ വന്നിരുന്നു. ആര്? നീ വഴക്കുണ്ടാക്കിയില്ലേ അതേ പയ്യൻ തന്നെ. എന്തിനു വന്നു? ആ, ഇന്നലത്തെ ബാക്കി ചോദിക്കാം. അപ്പച്ചോ വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. വയലിക്കുഞ്ഞെ, നീ നാളെ കാലത്ത് ആ വാലിപ്പറമ്പിൽ വരെ ഒന്ന് പോണം. എന്തിന്? ആ പയ്യൻ അവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ പോയി അവനോട് മാപ്പി ചോദിക്കണം. അച്ഛായ മറുത്തൊരക്ഷരവും പറയരുത്. നാളെ തന്നെ പോണം. മനസ്സിലായോ? അച്ഛൻ എന്തായി പറയുന്നത്? ഇത് നല്ല കഥ. ഷാപ്പിൽ വെച്ച് കൊടുക്കാൻ വന്നു, പോരാഞ്ഞിട്ട് വീട് കയറി കൊടുക്കാൻ വന്നു. എന്നിട്ട് അച്ചായൻ പറയാ നീ പറഞ്ഞത് നേരാ. അവൻ പിന്നെയും ഉടക്കാൻ വന്നിരിക്കുക. അപ്പൊ അവനൊരു വെറുതെക്കാരനല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിചാരിച്ചു. ആരുമില്ലടാ അവിടെ. അങ്ങേരുണ്ടോ? എന്നാലും ഇങ്ങോട്ട് വിളി. ഉറങ്ങുക. ഉറങ്ങിയാൽ എന്താ? വിളിച്ച ഉണരത്തില്ലയോ? ഉണരും. എന്നാ പോ ഉണർത്തടാ. പോയിട്ട് വേറെ ജോലിയുണ്ട്. ശരി. വരണം പൈലിയാശാൻ. വേണ്ട, ഇങ്ങോട്ട് വന്നാ മതി. അതെന്താ ഇങ്ങോട്ട് കയറുകയല്ലെന്ന് വാശിയാണോ? അച്ചായൻ പറഞ്ഞ് ഇവിടെ വന്നുകൊണ്ട് മാപ്പ് പറയണം. അച്ചായൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വന്നത്. പൈലിയാശാനെ കയ്യൊന്ന് കിട്ടിയാട്ടെ. പൈലി, നിനക്കൊരിക്കലും എന്നെ പിടികിട്ടുകയില്ല. എന്റെ ലക്ഷ്യം പിടികിട്ടുകയില്ല. പക്ഷേ എനിക്കിപ്പോ നിന്നെ അറിയാം. നിന്റെ ദൗർബല്യങ്ങൾ അറിയാം. കുറേശ്ശെയായേ എനിക്ക് നിന്നെ ആവശ്യമുള്ളൂ.
ഓ, വല്ലാത്ത എരിവ്. ആഹാ, അപ്പൊ എരിക്കും അല്ലയോ? എത്ര മുളകരച്ചാലും എരിവില്ല എരിവില്ല എന്നല്ലേ പരാതി. ഇന്ന് ഞാനത് കരുതി മുളകരച്ചു. ആഹാ, എന്നാലും കുറച്ചുകൂടെ കഴിക്കാം. ഒഴിക്കാൻ ഒഴിച്ചു കൊടുക്കടേ, നിറച്ചൊഴിച്ചു കൊടുക്ക്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് പട്ടിണി കിടന്നു എന്ന് പറയരുത്. ഒഴിച്ചു കൊടുക്ക്. മതിയാവുമ്പോ പറയണം. മതിയാകുമെന്ന് തോന്നുന്നില്ല. എന്തോ
എന്താ ഒളിച്ചും പതുങ്ങി നോക്കുന്നത്? ഓടാൻ വരട്ടെ. സുശീലയുടെ ഒരു പടം ഞാൻ വരച്ചോട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തത്? എന്തിനാ എന്റെ പടം? കാണാൻ. അത് കാണാൻ കൊള്ളൂല. കാണാൻ കൊള്ളാവുന്നവരുടെ പടമല്ലേ വേണ്ടത്? കാണാൻ കൊള്ളില്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്കറിയാം. എന്തറിയാം? ഈ പടങ്ങളൊക്കെ എന്ത് ചെയ്യും? വിൽക്കും. കാശ് കിട്ടുവോ? ധാരാളം. ആ കാശൊക്കെ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കാൻ പണം വേണ്ടേ? എന്റെ പടം വരച്ചാൽ വരച്ചാല് എന്റെ പടം വരച്ച് അതും വിൽക്കുവോ? ഇല്ല, നിന്റെ പടം മാത്രം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എന്തിന്? എനിക്ക് കാണാൻ, ചുമ്മാതിരിക്കുമ്പോ എടുത്തു നോയിക്കൊണ്ടിരിക്കാൻ. കള്ളം, പച്ചക്കള്ളം. എനിക്ക് ഇപ്പോഴും ഒന്നും കേൾക്കണ്ട. ഒരിളക്കം. എന്താ ഇളകിയാല്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഇളകിയാ ചിലപ്പോ കുഴപ്പമാവും. ഞാനങ്ങ് സഹിച്ചു. നിന്റെ അപ്പച്ചനെവിടെ? ഞാൻ കണ്ടില്ല. ഇവിടില്ലേ? ഇല്ല. വല്യപ്പച്ചനോ? ഇല്ല. ആഹാ, അപ്പൊ അമ്മന് തനിച്ചാന്നോ? ഒരു വൃത്തിയില്ല ഈ പെണ്ണിന്. വേണ്ടേ, ഞഞ്ഞാ മുഞ്ഞ വർത്താനൊക്കെ കൊള്ളാം. മേത്ത് തൊടരുത്. തൊട്ടാലെന്താ? വല്യപ്പച്ചനുണ്ട്. പിന്നില്ലെന്ന് പറഞ്ഞത്? ചുമ്മാ. വല്യപ്പച്ചോ! എന്താ മോളെ? വൈലിയാശാനെ കണ്ടില്ലല്ലോ. ആ, ഇന്ന് ചന്ദ്രദീസമല്ലേ, അവൻ വെളുപ്പിനെ പോയി കാണും. ഇനി രാത്രി 4 കാലയിൽ ഒരു വരവുണ്ട്. അതിന് വല്യപ്പച്ചന് ഒരു നഷ്ടമില്ലല്ലോ. അപ്പനുണ്ടാക്കുന്ന കാശുണ്ടല്ലേ അപ്പം കുടിക്കുന്നത്. അപ്പൊ പിന്നെ അമ്മിണിയെ കെട്ടിക്കാൻ ആര് കാശ് തരും? അത് ഞാനുണ്ടായിക്കോളും. അതാണ് അവളുടെ ഉദ്ദേശം, അല്ലയോടി? എന്നെ കെട്ടിക്കാൻ ആരും കാശുണ്ടാക്കണ്ട. പിന്നെ എന്നെ കെട്ടിക്കുകയും വേണ്ട. എനിക്കിഷ്ടമുള്ളതിനോട് ഞാനങ്ങ് ഇറങ്ങിപ്പോവും. പോവും പോവും. നീ ഇത് കണ്ടോ? മുട്ട് രണ്ട് ഞാൻ വെട്ടിയെടുക്കും. പിന്നെ വല്യപ്പച്ചൻ വേണ്ടാത്തൊക്കെ പറഞ്ഞ്. ഇല്ല, നിന്നോട് ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് തിരിച്ചെടുത്തു. ആ, തള്ളയില്ലാതെ വളർന്നതിന്റെ ദൂഷ്യമുണ്ട്. അമ്മിണിയുടെ അമ്മ? അവൾക്ക് അമ്മയില്ല. എന്ന് വെച്ചാല്? പൈലി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം അവനോട് ചോദിച്ചു നോക്ക്. അവന് മാത്രമേ അതിന്റെ സത്യം അറിയാവൂ. അവനോട് ചോദിച്ചാൽ അവൻ പറയും. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ശിക്ഷയും കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് വന്ന കൊല്ലം അന്ന് ഞങ്ങൾ തെക്കോട്ട് പോയി, മുണ്ടകത്തിന്. Yeah.
വയലി ഒന്ന് പോയി നോക്കടാ. ആരാടാ അവിടെ? വല്ല പൂച്ചയോ മറ്റോ ആയിരിക്കും. ആ, ഇവിടെ ഒരു തരവില്ല. യുദ്ധങ്ങൾ ചുമ്മാ ഒച്ച വയ്ക്കുക. എന്താ അമ്മയും മോളും കൂടെ ഭയങ്കര ചിരി? എന്താ വിശേഷം? ഓ, എന്ത് വിശേഷം പൈലി മാപ്പിളെ? എന്തോ കോളടിച്ച ലക്ഷണമുണ്ടല്ലോ. ഞങ്ങൾക്ക് ആ കോള് കാണണേ മാനത്ത് നോക്കണം. അമ്മേ, നമുക്ക് പോകാം. പോട്ടെ പൈലി മാപ്പിളെ, പോയിട്ട് പണിയുണ്ട്. എന്ത് പണി? ആർക്കും വച്ചു വിളമ്പി കൊടുക്കേണ്ട പാടില്ലല്ലോ. അതില്ല. എന്നാ പിന്നെ നിക്ക്. ഒരു കാര്യം ജാനുവിനോട് ചോദിക്കണമെന്ന് കുറെ ഞാൻ ദിവസമായിട്ട് പോകുന്നു. വിചാരിക്കാം. അമ്മ വരുന്നെങ്കിൽ വാ. അയ്യോ, എന്തോരം കാശാ പൈലി മാപ്പിളയുടെ കയ്യില്. ഒറ്റത്തടിയല്ലേ, എന്നതാ ചെലവ്? വല്ലപ്പോഴൊന്നും മിനുങ്ങണം. ഭാരതി എന്താ കെട്ടിച്ചു കൊടുക്കത്തെ? ഓ, അവക്ക് ആര് വരാനാ? ഞങ്ങളുടെ കൈ പൊന്നോ പണമോ വല്ലതും ഉണ്ടോ കൊടുക്കാൻ? അത്രേ ഉള്ളോ? കാശ് ഞാൻ തരാം. ഞാനിന്ന് അങ്ങോട്ട് വരാം. ഞാനൊന്ന് അവളോട് സംസാരിച്ചു നോക്കട്ടെ. പൈലി മാപ്പിളെ, ജാനുവിന്റെ മോളായിപ്പോയി എന്നുള്ള ഒറ്റ ദൂഷ്യമല്ലാതെ മറ്റൊന്നും അറിയാതെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നത്. എന്റെ മോളായിപ്പോയി എന്ന് കണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ എതിര് നിൽക്കരുത്. ഇതെന്റെ മോഹം. എന്താണെന്നും പറയാത്തെ? എന്റെ പൊന്നു പൈലി മാപ്പിളെ, നിങ്ങൾ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനായിട്ട് അവളെ നശിപ്പിക്കത്തില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ തന്നാലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല. ഞാൻ പെണ്ണ് കെട്ടാത്തവനാണ്. എനിക്കൊരു പെണ്ണ് വേണം. അത് കൂടിയേ തീരൂ. ഞാൻ പോണു. അയ്യോ, അങ്ങനെ പിണങ്ങി പോകരുത്. ഒന്നോർത്തോ, പൈലി ആഗ്രഹിച്ചൊക്കെ നടന്നിട്ടേ ഉള്ളു. എന്നെ വാശി പിടിപ്പിക്കരുത്. നിനക്കെന്നെ ഇഷ്ടമാണോ? ഇത് ഇഷ്ടമാണോ എന്ന് ചോദിച്ച കേട്ടില്ലേ?
ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലേ വെള്ളം പിടിക്കാൻ മുക്കും. എന്താടി, ഇഷ്ടമാണോ? അതെ, ഇഷ്ടമാണ്. ഇഷ്ടമാണോ പേടിയാണോ കൂടുതൽ? പേടിയാണ്. ആ, നീ പൊയ്ക്കോ. എനിക്കൊരു സമാധാനവുമില്ല. താറാവ് പോകുമ്പോ നിങ്ങളും അങ്ങ് പോകും. ഞാൻ എന്റെ മോടെ കാര്യം പിന്നെ ആരോട് പറയും? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നില്ലേ? അവളെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന്. ഒന്നുകൂടെ തെളിച്ചു പറ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ അവളെ കെട്ടിക്കൊള്ളാന്ന്. എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? സത്യം ചെയ്. സത്യം. എന്റെ ദൈവമേ, ഇങ്ങോട്ട് നോക്ക്. നിന്നെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? ഭാരതി, ഭാരതി, ഭാരതി. എന്റെ മോളെ കുറിച്ച് നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കല്ലേ പൈലി മാപ്പിള. നിങ്ങൾ അവളെ നശിപ്പിക്കരുത്. പോകുന്നതിന് മുൻപ് വേണ്ടത് ചെയ്തേച്ച് പോയില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഞാൻ അവിടെ വരും. പറഞ്ഞേക്കാം. വേണ്ടത് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ പള്ളിയിൽ വിവരം അറിയിക്കണം. ഭാരതി ഞങ്ങളുടെ ജാതിയിലോട്ട് മാറണം. അച്ചായനെയും വിവരം അറിയിച്ചിട്ടില്ല. പൈലി മാപ്പിള വരുമോ?
ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, ഇതിപ്പോ രണ്ടായി. മാസമെന്ന് പറയുന്നത് വേഗം കഴിയും. എനിക്കറിയാവുന്നേ. ഭാരതി വാ. മഴ പോയി. ഇനി താറാക്കളെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റൂല. ഞാൻ പോയാലും നിനക്കെന്താ ഒന്നും ചോദിക്കാനും പറയാനുമില്ലേ? താരാവ് എങ്ങോട്ടാ പോകുന്നേ? എനിക്കറിഞ്ഞൂടാ. മഴ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് ചാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും മഴയുടെ കൂടെ. ഞാൻ പോട്ടെ. മൂന്നാം കൊല്ലമായി ഇന്നാ നാട്ടിൽ ചെല്ലുന്നു. എന്തോ അത്രയ്ക്ക് ഗൗരവമേ അതിന് കൊടുത്തുള്ളൂ. ചോരയുടെ തെളയും ചെറുപ്പത്തിന്റെ ഹരവും അല്ലാണ്ടെന്താ. എന്താ വന്നത്? ഭാരതി എവിടെ? ഭാരതി എവിടെയാണ്? എന്റെ മോള് ചത്തടാ. നീ കൊടുത്തേച്ചു പോയി ഈ കുഞ്ഞിന്റെ മുഖം പോലും അവള് നോക്കിയിട്ടില്ല. എന്റെ കൈ പെറ്റിട്ട് തന്നേച്ചവള് കണ്ണടച്ചതാ. കടുത്ത ദ്രോഹമാടാ മഹാഭാവി നീ അവളോട് ചെയ്തത്. നീ ഇതിനെ അനുഭവിക്കും. ദ്രോഹി, മഹാഭാവി. എന്ത് പറ്റിയടാ പൈലിക്കുഞ്ഞ് നിനക്ക്? ഇന്ന് പകല് നീ ആ പഴയ പെണ്ണിനെ കാണാൻ പോയിരുന്നു? ഞാൻ ഊഹിച്ചു. പോയിട്ട് നീ അവളെ കണ്ടോ? ഇല്ല. അവൾ ചത്തു. എങ്ങനെ പറ്റിയടാ പൈലിക്കുഞ്ഞ്? പേരിൽ അവൾ ചത്തുപോയി. എന്നിട്ട് നീ പോയിട്ട്? മോളുണ്ട്, അവളെ കണ്ടു. അതും പെണ്ണാണോ പൈലിക്കുഞ്ഞ്?
ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നടാ. ആ തള്ളയോട് ഞാൻ വളർത്തിക്കൊള്ളാന്ന് ഏറ്റു പറഞ്ഞപ്പോ എന്റെ കൂടെ അയക്കാൻ വിശ്വാസമായി. വേണ്ട, നീ പോണ്ട മോളെ. നീ വേണം അപ്പച്ചനൊരു പാഠം പഠിപ്പിക്കാൻ. അമ്മണിമോളെ കൊണ്ടുപോരുമ്പോ അച്ചായന തള്ളയ്ക്ക് 100 രൂപ കൊടുത്തു. ഇന്നിപ്പോ ഞങ്ങളുടെ എല്ലാം അവള് ലക്ഷം രൂപ എന്നാല് അമ്മണിമോളെ ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല. അവളാണ് ഞങ്ങളുടെ ഏക സമ്പാദ്യം, ഞങ്ങളുടെ നിധി. സാറേ ആ വാടാ, നമുക്ക് പോവാം. ഇല്ല, പുള്ളിക്കാരൻ ഒരു ദിവസം ചന്ത കാണുമെന്ന് പറഞ്ഞിരിക്കുക. എങ്ങോട്ടാ? ഞങ്ങൾ ചന്തയിലേക്കാ. അപ്പച്ചമ്മളും ചന്തയിലേക്കാണോ? ആ, പറ്റിയ തരത്തിൽ കിട്ടിയ ഒരു ക്രാവിനെ വാങ്ങിച്ചാൽ കൊള്ളാവുന്നുണ്ട്. വാ പോ. ഇന്നോ? അതേ, ഇന്ന് വലിയ ചന്തയാ. ഇന്ന് എനിക്ക് വേറെ സ്വല്പ പണിയുണ്ട്. അടുത്ത എന്തൊക്കെയാട്ടെ? ആ, വേറെ പണികൾ മാറ്റി വെക്കുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? കുഞ്ഞിന് സൗകര്യമില്ല, കുഞ്ഞ് വരണ്ട. ചന്ത ഇനിയും വരും. ഇവന് വലിയ കാര്യപൂരമൊന്നുമില്ല. സന്ധ്യക്ക് ഷാപ്പി വരുമോ? തിരിച്ചു വരുമ്പോ ഞാൻ വലിയ കാശുകാരനായിരിക്കും. അത്രേ ഉള്ളൂ. അത് പൊട്ടിച്ചേരുന്ന കാര്യം ഞാൻ ഏറ്റു. വൈകിട്ട് ഞാൻ വന്നോളാം. എന്താ ഈ മഴയത്ത്? ചുമ്മാ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാ. ഈ മഴയത്തോ? വരുമ്പം മഴയില്ലായിരുന്നു. അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ ചന്തയിൽ പോയിരിക്കുക. അതും അറിഞ്ഞോണ്ടാ വന്നത്. ആ, ചുമ്മാതല്ല ചന്ത എന്നാൻ തിരക്കിയത്. നമ്മൾ എന്തിനാ വെറുതെ ഇവിടെ നിന്ന് മഴ നനയുന്നത്? ആര് പറഞ്ഞു മഴയത്ത് നിൽക്കാൻ? ഈ പൂവാരാ അവിടെ കൊണ്ടുവച്ചേ? ഏത് പൂവ്? ദാ ഈ പൂവ്. അയ്യോ, ഞാനറിഞ്ഞില്ല. സുശീല കള്ളം പറയാറുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പൊ എന്തിനാ കള്ളം പറഞ്ഞേ? ഞാൻ കള്ളൊന്നും പറഞ്ഞില്ല. ഇല്ലല്ലോ. ശരി, എങ്കിൽ ഇനി സുശീലയുടെ അച്ഛനോട് ചോദിക്കാം, ഈ പൂവ് ആരാ അവിടെ കൊണ്ടുവച്ചതെന്ന്. നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഈ പരിസരത്ത് ഞാൻ റോസാ ചെടി കണ്ടിട്ടുള്ളൂ. ശരിയാവൻ നായരെ? അയ്യോ, അച്ഛനെ വിളിച്ച് ചോദിക്കണ്ട. അതെന്താ? അത് വേണ്ട. അച്ഛനും കൂടെ അറിയട്ടെ മോടെ വേല. എന്താ ഒന്നും മിണ്ടാത്തെ? അയ്യോ, കരയുന്നു ചേച്ചേ. ഇഷ്ടമില്ലേല് അതെറിഞ്ഞ് കളഞ്ഞേര്. കളയട്ടെ?
വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ ൊന്നു ചേർന്നൊഴുകി വന്നു ഈ കുട്ടനാടൻ കായലിലെ ഹംസങ്ങൾ തൊട്ടുരുമ്മിയൊന്നു ചേർന്നൊഴുകി വന്നു ഈ കുട്ടനാടൻ കായലിലെ ഹംസങ്ങൾ ചെണ്ടണിഞ്ഞു തേനലകൾ തുളുമ്പി നിന്നു നിന്നെ കണ്ട നാൾ വിടന്നൊരെന്റെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ മന്ദഹാസലോലയായി നീ വന്നണയുമ്പോൾ എന്റെ മാനസത്തിൽ മൊട്ടിടുന്നു മോഹങ്ങൾ മന്ദഹാസലോലയായി നീ വന്നണയുമ്പോൾ എന്റെ മാനസത്തിൽ മൊട്ടിടുന്നു മോഹങ്ങൾ ഉലകമായി നീ കൽപ്പനയിൽ പൊട്ടിവിടർന്നാൽ ആകെ പൂത്തുലയും നിർവൃതിതൻ പുഷ്പങ്ങൾ പുഷ്പങ്ങൾ വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ കാളൻ കൊക്കോട് ചെറുവിളി ഹനുമാൻ പാലാൽ രാവണൻ വീണ കുംഭകർണൻ. ഇന്ന് ഞാൻ കുടിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്തോന്ന് കണ്ടീഷനാ പൈര്യാശാനെ? കൈവയ്യാത്തോണ്ട് കുടിക്കത്തില്ലെന്നോ മറ്റോ ആണോ? ഇന്നുവരെ പൈര്യാശാൻ കുടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ കുടി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതാ എന്റെ കണ്ടീഷൻ. യവൻ കുടിച്ചാൽ പിന്നെ വാരോട് കൊടുക്കും. കൂടുതൽ ഞാനും അവനും കൂടി കശപിച്ചായി എന്ന് പരാതിപ്പെടില്ല. ഇന്ന് ഞാൻ കുറച്ച് മനോവിഷമം കൊണ്ട് കഷ്ടിയായിട്ട് കുടിച്ചിട്ടുണ്ട്. എന്നാ ഇന്നത്തെ കുടി നിന്റെ മനോവിഷമം തീരാനാകട്ടെ. ആർക്കാടാ മനോവിഷമം? ആരാ? സംഗതി പെശകായെന്നാ തോന്നുന്നു. എന്റെ വകയിലൊരു കാരണവരാ, പേരുകേട്ട ചട്ടമ്പിയാ. പൈലേ, നിനക്ക് എന്നാടാ കുഞ്ഞെ ഇത്ര മനോവിഷമം ഞാനിവിടെ ഉള്ളപ്പം? ആശാങ്ങോട്ട് ഇരുന്നേ. അല്ല എടാ പിള്ളേരെ,
ആരോടും ചോദിക്കാനും പറയാനും എടുത്ത് കുടി തുടങ്ങിയോ? അയക്കോ അയക്കോ. നീ ആരാടാ? കുറച്ച് നാളായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ഞാൻ ആരായാലും എന്താ എനിക്ക്? എടാ ആളെന്റെ കൂട്ടുകാരനാ, അവിടെ തൊട്ട് കളിക്കരുത്. എടാ നന്ദിയില്ലാത്തവനെ, നീ എങ്ങാണ്ടത്തുകാരന് കണ്ണു വാങ്ങിച്ചു കൊടുത്ത് പുറകെ നടക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? നിന്റെ മോളെ പിടിച്ച് തലയെ വെച്ചു കൊടുക്കാനുണ്ട്. എന്റെ മോള് അവളെ പറ്റി മാത്രം ആരും ഒന്നും പറയരുത്, ഒരുത്തിനൊന്നും പറയരുത്. വലിയച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറയട്ടെ. വലിയാശാന് പുല്ലാണ്. പക്ഷേ പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയാ അന്ന് നിന്റെ അന്ത്യം. നിന്റെ മാത്രമല്ല അവളുടെ, എന്റെ മോൾ, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ള പട്ടികളെ. ആ അല്ല ശിവരാമൻ നായരോ? കയറുവാ ശിവരാമൻ നായരെ. ഈയിടെ കാണാനേ ഇല്ലല്ലോ, ഇവിടെങ്ങും ഇല്ലേ? ഉണ്ട്. ഞാൻ വയലിൽ നിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോ നേരെ അസമയാവും. അപ്പോ ഒന്നുകിൽ സാർ ഇവിടെ കാണത്തില്ല, അല്ലെങ്കിൽ സാർ ഇവിടെ കാണത്തില്ല. അല്ല ശിവരാമൻ നായർ ഈയിടെ ഭയങ്കര ബിസിയാണല്ലോ. ആ സ്വല്പം ബിസിയാണ്. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ട് വന്ന് പറയാമെന്ന് കരുതിയതാ. മോളും എന്റെ കല്യാണം തീരുമാനിച്ചു. എല്ലാം കൊണ്ട് ഒരു മനസ്സമാധാനമുണ്ട്. എന്നാലും ഈ കാലത്ത് ഇങ്ങനെയെങ്കിലും ഒരുത്തം വന്ന് കയറുന്നത് വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ ചെറുക്കന് ജോലി? കൃഷിപ്പണിയാ. പ്രായവും കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഒരു സമാധാനമുള്ളത് കഴിഞ്ഞുകൂടാനുള്ള വകയൊക്കെ ഉണ്ട്. സുശീലയ്ക്ക് സമ്മതക്കേടൊന്നുമില്ലേ? അങ്ങനെ ഇപ്പോ അവളുടെ സമ്മതം ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവൾക്കും അറിയാവുന്നതല്ലേ എന്റെ പാടും ദുരിതമൊക്കെ. കരഞ്ഞുകൊണ്ടാണെങ്കിലും അവൾ സമ്മതിക്കും. സുശീല കണ്ടായിരുന്നോ? ആരെ? കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടു. കുറച്ച് പ്രായം കൂടുതലാണെന്ന് അച്ഛൻ പറഞ്ഞു. സുശീലയ്ക്ക് വിഷമമുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്താ ഇല്ലാത്തെ? ഞാൻ അത്രയ്ക്കൊക്കെ മോഹിക്കാൻ പാടുള്ളായിരുന്നു. ഞാനൊരു നാടോടിയാണ്. എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. ഇന്നിവിടെ, നാളെ അങ്ങനെ അങ്ങ് പോകാത്തതുണ്ട്. എന്തിനായിരുന്നു എന്റെ അയലത്ത് വന്നത്?
എന്റെ വഴി ചീത്തയാ, എന്റെ ആവശ്യങ്ങളും വേറെയാ. ആവശ്യം നേടിക്കഴിഞ്ഞാ പിന്നെ പിന്നെ ഞാൻ ഉണ്ടാവുമോ തന്നെ കണ്ടറിയണം. എന്നേക്കാൾ മറ്റാരും ഭേദമാ, മറ്റാരും. ഞാൻ പോട്ടെ. അല്ലേ വരുന്നില്ലയോ? മുഹൂർത്തം എടുക്കാറായോ? ആയിന്ന്. നാളെ പോക്കോ, ഞാൻ വന്നേക്കാം. ശരി. നാളെ പോയിക്കോ, മുഹൂർത്തം ആകുമ്പോ ഞാനവിടെ കാണും. ഞാനിങ്ങോട്ട് പോന്നപ്പോ ശങ്കരിയമ്മയെ കണ്ടായിരുന്നു. അവരാ വാടകയുടെ കാര്യം ചോദിക്കായിരുന്നു. നീ അവർക്ക് വാടക കൊടുക്കാനുണ്ടോ? അയ്യോ, ഞാൻ അവർക്കൊന്നും കൊടുക്കാനില്ല. സാറിന്റെ കാര്യമാണ് അവര് പറഞ്ഞത്. ഞാൻ എന്ത് കൊടുക്കാനുണ്ട്? സാർ ഇവിടെ വന്നിട്ട് 5 മാസമായിരുന്നു. അതിലവർക്ക് ഞാൻ വന്നിട്ട് 5 മാസം കഴിഞ്ഞോ? അപ്പോ വളരെ വൈകിപ്പോയി. ഇനി വൈകിക്കൂടാ. ഏയ്, എന്തോ ആലോചിച്ചു പോകുന്നത്? 5 മാസമായല്ലോ എന്ന് ആലോചിക്കായിരുന്നു. കുർത്തക്കാട് പറഞ്ഞാലുണ്ടല്ലോ. ആ ആർക്കാ 5 മാസമായത്? എനിക്ക്. സമ്മതിച്ചു. കണ്ട അങ്ങനെ തോന്നുകയും ചെയ്യും. ഞാൻ വന്നിട്ട് 5 മാസമായെന്നാ പറഞ്ഞേ. മാസങ്ങൾ അങ്ങനെയാ, വരികയും പോവുകയും ചെയ്യും. ഞാൻ പോന്നേ. അമ്മണി, ഒന്ന് നിന്നേ, ഒരു കാര്യം പറയട്ടെ. വീട്ടിലെ ആരുമില്ല, അങ്ങോട്ട് വാ. നമുക്ക് രണ്ടുപേർക്കും കൂടെ തനിച്ചിരുന്ന് സംസാരിക്കാം. അപ്പോഴേക്ക് നിന്റെ അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ താറാവിനെയും കൊണ്ട് വരും. പിന്നെ കാര്യം പറിച്ചിട്ട് കായല്ലായിരിക്കും. ആ, അപ്പൊ പേടിയുണ്ട്. പേടിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ, ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഇന്ന് രാത്രിയില് എല്ലാരും ഉറക്കമായാലും ഞാനങ്ങ് വരും. വന്നോ? അതിനെന്നാ? കേട്ടാ മതി. കേട്ടോളാമേ. ആ, അങ്ങനെ വഴിക്കുവാ. ഇന്ന് രാത്രിയില് നീ ഉറങ്ങാതെ കാത്തിരിക്കണം. കുറെ കഴിയുമ്പോ നിന്റെ താറാവെല്ലാം കരയും. അപ്പോ ആരും അറിയാതെ നീ ഇറങ്ങി വരണം. ഞാൻ ചാരുവരെ കാത്തിരിക്കാം. താറാവ് കരഞ്ഞില്ലെങ്കിലോ? താറാവ് കരയും, അല്ലെങ്കിൽ ഞാൻ കരയും. അങ്ങനെ കരയൊന്നും വേണ്ട. ഓ, ഒരു സൂത്രക്കാരൻ. ഞാനെങ്ങും വരത്തില്ല. ആഹാ, നീ വന്നില്ലെങ്കിലേ ഞാൻ നിന്റെ മുറി വരും. അയ്യോ, ആരെങ്കിലും കാണും. ഞാൻ പോന്നു. ഡേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏറിയാൽ 2 മാസം നിന്നെ ഞാൻ എന്റെ കാൽക്കൽ വീഴ്ത്തും.
സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോ? ആരാത്? സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോ? പൈലിയാശാനെ, പൈലിയാശാനെ. ആരാത്? ഞാനാ അപ്പച്ച മാപ്പിളെ. നമ്മുടെ സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വന്നതാ. അതിന് നിന്റെ സാർ ഇവിടെ അല്ല താമസം? അല്ല, അതെനിക്കറിയാം. ആ പിന്നെ സാറും പൈലിയാശാനും കൂടെ ഇങ്ങോട്ടെങ്ങാണ്ടോ വന്നെന്നോ? ആ, ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ പൈലിയാശാൻ എവിടാണ് തപ്പിയെടുക്കാൻ? അപ്പൊ സാറും എവിടാണെന്ന് അറിയാം. നീ എന്തിനാണ് ഈ പാതിരാത്രിക്ക് പൈലിയാശാനെ തപ്പുന്നത്? സാറിനെ കാണാൻ ആരാണ്ട് വന്നിരിക്കുന്നു. ആരാണ്ട് ബന്ധുക്കളാണെന്നാ പറഞ്ഞത്. ബന്ധുക്കളോ? അങ്ങേർക്കോ? എന്നാ അവര് പറഞ്ഞത്. അതിക്കുള്ള നമ്മളെന്തിനാ തിരക്കുന്നത്? പ്രായമായാലെങ്കിലും മനുഷ്യന് സ്വല്പം ബോധം വേണം. പകലോ പോകട്ടെ, രാത്രിയെങ്കിലും നേരത്തെ വീട്ടിലെത്തണമെന്ന് തോന്നിയില്ലെങ്കിൽ വലിയ കുഴപ്പം. ഞാൻ രാത്രി വന്നച്ചായ വെളുപ്പാങ്കാലത്ത് എങ്ങാനും വന്ന് കിടന്നായിരിക്കും. നീ പോടി. അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടായില്ല പൈലിക്കുഞ്ഞ്. നീ ഇങ്ങനെ കുടിച്ചും തല്ലി നടന്നാ അതിന്റെ ദോഷം നിന്റെ മോക്ക് തന്നെയാ. ചോറ് കൊണ്ടുവരേണ്ടത് ഞങ്ങൾ ആ 30 വരയുടെ അവിടെ എങ്ങനെ കാണും, അങ്ങോട്ട് കൊണ്ടുവരെ. പൈലി, അച്ഛാ, പുറത്തുനിന്ന് ആരോ ചതിച്ചതാണ്. ഇന്ന് വിത്തങ്ങളോട് ചെയ്തവൻ നാളെ നമ്മോട് ഇത് തന്നെ ചെയ്യും. ശരിയാണ് മോനെ. നമുക്ക് ആരാണ് വല്യപ്പച്ച ശത്രു? നമുക്ക് ശത്രു ദൈവം. ഇല്ലിച്ചായ, ഇത് മനുഷ്യന്റെ പണിയാണ്. ദൈവത്തിന് ഇതിൽ ഒരു കയ്യുമില്ല. മോളെ, ഇന്നലെ രാത്രി ആ നാള് വരുമ്പോ എത്ര മണിയായി കാണും? എന്തോ എനിക്കറിയില്ല. ഞാൻ അപ്പോഴത്തേക്കും ഉറങ്ങി. നാണു എന്തിനാ രാത്രിയിലൂടെ വന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. അവന്റെ സാറിനെ തിരക്കി വന്നെന്നാ പറഞ്ഞത്. ഇതിപ്പോ ഇത്രയും കണ്ട സ്ഥിതിക്ക് അച്ചായ, ദൈവദോഷം ചെയ്യണവനെ ശിക്ഷിക്കണം. ശിക്ഷിച്ചില്ലേ ദോഷം കിട്ടും.
ഇന്ന് നിന്റെ രണ്ടിലും നടന്നിട്ട് ഞാൻ വരൂ. വീര്യം നാണു നാണു കൂട്ടുകാരൻ വരുന്നുണ്ടല്ലോ. നീ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ പിന്നെ സാറിനെ തിരക്കി. ഞങ്ങളുടെ താറാവ് അയ്യോ സാറേ, അയ്യോ എന്നെ തല്ലില്ല സാറേ, അയ്യോ അയ്യോ തല്ലില്ല സാറേ, അയ്യോ തല്ലില്ല സാറേ, സാറേ നീ എന്തിനാ കണ്ണിച്ചോറില്ലാത്ത പ്രവൃത്തി ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല സാറേ, ഞാൻ പാവമാണ് സാറേ. അയ്യോ സാറേ, എന്നെ കൊല്ലരുത് സാറേ. നാളെ നീ ഞങ്ങൾക്കും വിഷം തരും. അതിന് നിന്നെ ഞാൻ വച്ചേക്കത്തില്ല. അയ്യോ എന്നെ അവനെ വിട്ടേര് പേനി. കൊല്ലില്ല. താറാവിന് വിഷം കൊടുത്തവനല്ല, പിന്നെ അത് ഞാനാ ചെയ്തത്. സാറ് കള്ളം പറയുന്നു. അത് നിനക്കെന്നെ മനസ്സിലാകാത്തോണ്ട് തോന്നുകയാണ്. ഇന്ന് താറാവ്, നാളെ നീ, പിന്നെ നിന്റെ ചേട്ടൻ, നിന്റെ മോള്. നിന്നെയൊക്കെ കണ്ടോണ്ടാടാ ഇത്രയും നാൾ ഞാനിവിടെ നിന്ന്. സാറേ, സാറല്ല, വിശ്വനാഥൻ. നീ അരിഞ്ഞു തള്ളിയ വാസുവിന്റെ മകൻ, നീ വെട്ടിക്കൊന്ന കമലാക്ഷിയുടെ മകൻ.
വീട്. എങ്ങോട്ടാ? ഇതാ ഇവിടെ വരെ. എവിടെ? പൊഴിയിലേക്ക്. അതിലൂടെ നീ കടലിലേക്ക്. സാറേ സാറേ അയ്യോ സാർ അറിഞ്ഞില്ലയോ? ആ പൈലി മാപ്പിള ചത്ത് കായലിൽ കിടക്കുന്നു. ഞാനങ്ങോട്ട് ഓടി പോകുമ്പോഴാ ഇവിടെ വാതിൽ തുറന്ന് കിടക്കുന്ന കണ്ടേ. വെള്ളം ഒടിച്ചോണ്ട് കായലിൽ ഇറങ്ങി കാണും മേളിക്കാൻ. കാറ്റും പെശരും ഒന്നും ഓർത്ത് കാണത്തില്ല. വെളുപ്പിനെ ഇറങ്ങിയ വലക്കാരടുത്ത് കരക്കിട്ടത്. എവിടുന്നാ എടുത്തേ? കായലിൽ നിന്നോ കടലിൽ നിന്നോ? കായലിൽ നിന്ന്. അല്ലേ വരുന്നില്ലയോ? എന്തിന്? ഇത്രയും വലിയ അടുപ്പക്കാരായിട്ട്. അടുപ്പം? എന്തടുപ്പം? പൈലി മാപ്പിളയും നമ്മളും തമ്മില്. നമ്മളെന്ന് പറഞ്ഞ ആരാ? ഞാനോ നിങ്ങളോ? സാറ്. അല്ലാതിപ്പോ ഞാനുമായിട്ട് അങ്ങേർക്ക് എന്താ ഇത്ര അടുപ്പം? ഒന്നുമില്ലേ? ഇല്ല. വല്ലതുമൊക്കെ ആരെങ്കിലും സാറിനോട് പറഞ്ഞെന്ന് കാണും. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ആ ചത്ത മനുഷ്യനോട് നിങ്ങൾക്കുണ്ടായിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? ശങ്കരികളമ്മേ, ഒരു ദിവസം വീട്ടിലാരും ഇല്ലായിരുന്നപ്പോ ഞാൻ ഓടിക്കേറി വന്നു. ദാ ഇവിടെയാ ഞാൻ നിന്നിരുന്നത്. അപ്പൊ നിങ്ങളും ഇന്നലെ കായൽ വീണ് ചത്തയോ മനുഷ്യനും കൂടി. എന്നിട്ടിപ്പം നിങ്ങൾ പറയുന്നു നിങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന്. ഈ വിളി കേട്ട കാലം മറന്നു. എന്നാലും വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പ്രത്യേകിച്ചും നിങ്ങൾ എന്നെ മകനെ എന്ന് വിളിക്കാൻ പാടില്ല. എന്താ കുഞ്ഞേ നീ അങ്ങനെ പറയുന്നേ? എനിക്ക് അമ്മയും അച്ഛനും ഇല്ലാതാക്കിയ സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങൾ കാരണം ഈ നാട്ടിലേക്ക് ഞാൻ വീണ്ടും വന്നത്. ജീവിതത്തെ ഒരു വൃത്തികെട്ട മോഹത്തിലേക്ക് പിടിച്ചു കെട്ടിയവരാ നിങ്ങൾ.
എന്നാലും എന്റെ മോനെ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആരും നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ വേണമായിരുന്നില്ല. ഒരു കാര്യം, നാളെ വൈകുന്നേരം വരെ നമ്മൾ തമ്മിൽ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല. നാളെ വൈകുന്നേരം കഴിഞ്ഞ ആരോടും എന്ത് വേണമെങ്കിലും പറയാം. നാളെ ഞാൻ പോവും. എങ്ങോട്ടാ കുഞ്ഞെ? ചോദ്യങ്ങൾ പാടില്ല. ശങ്കരിയുടെ മണ്ണിക്കാൻ. അപ്പച്ചമ്മാപ്പിള എവിടെ പോയിട്ടാ? സിമിത്തേരിയെന്ന് പൈലി കുഞ്ഞിന്റെ അടക്കം കഴിഞ്ഞിട്ട് വരുന്നു. എന്താ തൃപ്തിയായില്ലേ വാസുവിന്റെ മോനെ? വാസുവിന്റെ മോനെ എന്ന് വിളിച്ചത് ശരിയായില്ലെങ്കിൽ കമലാക്ഷിയുടെ മോനെ എന്ന് വിളിക്കാം. ആദ്യം വന്നു കയറിയപ്പോ തന്നെ നീ വിശ്വനാഥനാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. മതിയാക്ക് കുഞ്ഞെ എന്നോടുള്ള ഒളിച്ചുകളി. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാനത് മനസ്സിലായി കഴിഞ്ഞു. ഒരാളുടെ ജീവൻ കൊണ്ട് തൃപ്തിയായോ? ഞാനും കൂടി കൊണ്ട് കുഞ്ഞെ ഈ കിളവനും. ഞാൻ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. പിന്നെ പൈലി കുഞ്ഞ് ചത്തത്? എന്റെ കുഞ്ഞ് ചത്തത് നിന്റെ കൈകൊണ്ടാ. അല്ല, എനിക്ക് അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നു. അഴിമുഖത്തേക്ക് വലിച്ചെറിയാൻ ആ പൈലിയെ ഞാൻ കായലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. കാറ്റും മഴയും എന്നെ തോൽപ്പിച്ചു. അപ്പോ ആ വള്ളം മറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് സന്തോഷിക്കാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് പ്രയോജനമില്ല. വരുമ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ കരുനീക്കി. പക്ഷേ എല്ലായിടത്തും ഞാൻ തോറ്റു. പൈലിയെയും മകളെയും നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പൈലി എനിക്ക് നഷ്ടപ്പെട്ടു. അയാളുടെ മകളെ പിഴപ്പിക്കാൻ എനിക്ക് സാധിച്ചു. പിഴപ്പിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അവളെ നശിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ നാളെ താമസം മാറ്റിയ. അപ്പച്ചമ്മാപ്പിള എങ്ങോട്ടാ പോണേ? എനിക്ക് അറിഞ്ഞുകൂടെ കുഞ്ഞെ. ഇന്നലെ മുതൽ ഞാനും ആ ചോദ്യം എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു. ഒരു പിടിയും കിട്ടുന്നില്ല. എന്തിനാ പോകുന്നതെന്ന് അറിഞ്ഞാലല്ലേ എവിടേക്കാ പോകുന്നതെന്ന് പറയാനൊക്കെ. ഞങ്ങൾക്ക് എവിടെ പോയാലെന്താ? പൈലിയില്ല, താറാവുമില്ല. നീ പഴപ്പിച്ച ഈ പെണ്ണുമുണ്ട്, വയസ്സായ ഞാനുമുണ്ട്. ഞങ്ങൾക്ക് എവിടെ പോയാലെന്താ? അപ്പച്ചമ്മാപ്പിള ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. അമ്മണിയെ ഞാൻ സംരക്ഷിച്ചോളാം. സഹായിക്കലാണോ? അല്ല, എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ അത്രയെങ്കിലും ഞാൻ ചെയ്യണം. അതുകൊണ്ടാ. സമാധാനം? തെറ്റ് ചെയ്തവൻ എവിടെ നിന്ന് സമാധാനം കിട്ടാൻ? എന്റെ കൂടെ മോളെ പറഞ്ഞയക്കാൻ ഒരുപക്ഷെ ധൈര്യമില്ലായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. അമ്മനെ തീരുമാനിക്കട്ടെ. അവൾക്കല്ലേ നിന്നെ കൂടുതൽ അറിയാവൂ. അവൾ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ ചെയ്യാം. അമ്മണി, ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. ഞാൻ എല്ലാം ആലോചിച്ചു കഴിഞ്ഞു. ഞാൻ പൈലിയുടെ മകളാണ്. എന്റെ പട്ടി വഴി നിങ്ങളുടെ കൂടെ താമസിക്കാൻ. അമ്മണി, ഇന്നലെയാണ് നിങ്ങളിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമായിരുന്നു. ഇന്നലെ വല്യപ്പച്ചൻ എന്ന് പറഞ്ഞപ്പോഴാ നിങ്ങൾ എന്നോടും എന്റെ അപ്പച്ചനോടും കാണിച്ച അടുപ്പം എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ അപ്പച്ചൻ അത് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അമ്മണി, അമ്മണി മോളെ, നമുക്ക് പോവാം.